നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മലയിഞ്ചി ചേലക്കാട് പ്രദേശങ്ങളിൽ കാട്ടുതീ വ്യാപക നാശനഷ്ടം വിതച്ചു. തീ കെടുത്താനാവാതെ കർഷകർ ദുരിതത്തിൽ. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. മുട്ടത്ത് കുടുംബശ്രീയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലും വനിതാ ദിനാചരണം നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടന്നു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TM ഹാജറ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവിട്ട് സരസ്വതി ശിശുമന്ദിരം UP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ വ്യാപക നാശനഷ്ടം വരുത്തി. തലയനാട് മാതൃഭവൻ UP സ്കൂൾ, മൂലമറ്റം ISEP സ്കൂൾ എന്നിവിടങ്ങളിൽ വാർഷികം ആഘോഷിച്ചു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ അതിരുവിട്ട പ്രസംഗങ്ങൾ നിയന്ത്രിക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. കാട്ടുതീ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മലയിഞ്ചി ചേലക്കാട് പ്രദേശങ്ങളിലാണ് കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നത്. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ മലയിഞ്ചി ചേലക്കാട് പ്രദേശങ്ങളിൽ കാട്ടുതീ വൻ നാശം വിതച്ചു. ഏക്കർ കണക്കിന് കുരുമുളക് തോട്ടങ്ങളും റബ്ബർ മരങ്ങളും കാട്ടുതീയിൽ കത്തിനശിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിഭൂമികളിലേക്കാണ് വനത്തിൽ നിന്നും കാട്ടുതീ ഇറങ്ങിയത്. ഇപ്പോഴും തീ പുകഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തെ നാശനഷ്ടങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിനോ സാമ്പത്തിക നഷ്ടം കൃത്യമായി കണക്കാക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല. വാഹന സൗകര്യവും വഴി സൗകര്യവും എത്താത്തതിനാൽ ജനവാസം കുറഞ്ഞ പ്രദേശമാണിത്. ബാലകൃഷ്ണൻ പൂങ്ങാട്ട് എന്ന ആളുടെ ഏക്കർ കണക്കിന് കുരുമുളക് തോട്ടമാണ് കത്തി നശിച്ചത്. റബ്ബർ മരങ്ങൾ, കാപ്പി, കുരുമുളക്, തെങ്ങ്, കശുമാവ്, പ്ലാവ്, മാവ്, പുളി തുടങ്ങിയ കൃഷികളും അഗ്നിക്കിരയായി. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ പിതാവിന്റെ കൈ മകൻ തല്ലിയൊടിച്ചതായി പരാതി. കാളിയാർ പാലക്കുഴിയിൽ അബ്ദുൾ ഖാദറിനാണ് മകൻ നിസാമുദ്ദീന്റെ മർദ്ദനമേറ്റത്. മകൻ നൽകുവാനുള്ള പണത്തെക്കുറിച്ച് ചോദിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. ഏതാനും നാൾ മുമ്പ് 30,000 രൂപ നിസാമുദ്ദീൻ കടമായി വാങ്ങിയിരുന്നുവെന്ന് അബ്ദുൾ ഖാദർ പറയുന്നു. പരിക്കേറ്റ അബ്ദുൾ ഖാദറിനെ തൊടുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാളിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. ഇതിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ സംഘടിപ്പിച്ച സമ്മേളനം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറും തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് പ്രൊഫസറുമായ ജോളി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ മറ്റുള്ളവരെ നയിക്കുന്നവരോ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവരോ ആണ്, അല്ലെ ജീവിക്കുന്നവരോ ആണ്. അപ്പോൾ ആരെയാണ് ബോധവൽക്കരിക്കേണ്ടത്? ഇവിടെ ഒരു ബോധവൽക്കരണമല്ല, ചില കൂട്ടായ ചിന്തകളാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇന്ദു സുധാകരൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CP മാത്യു, DCC സെക്രട്ടറി KB സിദ്ധാർത്ഥൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലീലമ്മ ജോസ്, ജില്ലാ സെക്രട്ടറിമാരായ രാജേശ്വരി ഹരിധരൻ, നൈറ്റ്സി കുര്യാക്കോസ്, ഷഫ്രുനിസ, രജനി, ജസ്റ്റീന, ഷീജ ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSും സംയുക്തമായി വനിതാ ദിനാചരണം നടത്തി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരിയ ബേബി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു വിക്രമൻ അധ്യക്ഷത വഹിച്ചു. ശൈലജ K ബേബി, ജോസ് മുന്നനാട്ട്, NK ബിജു, K രാജേഷ്, ബീന ജോർജ്, ബിജോയ് ജോൺ, ഷേർലി അഗസ്റ്റിൻ, ഷീല സന്തോഷ്, സിബിൻ ജെയിംസ്, വിജു P ശങ്കർ, മാത്യു ജോസഫ്, കുട്ടിയമ്മ മൈക്കിൾ, മേഴ്സി ദേവസ്യ, റാണി റോയി, സജി അഗസ്റ്റിൻ, സിന്ധു സതീഷ്, ജയരാജ് M നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണതലത്തിൽ എല്ലാ മേഖലകളിലും വനിതാ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുതൽ നിയമസഭാംഗം വരെ വനിതകളാണ്. കൊക്കയാർ ഗ്രാമപഞ്ചായത്താണ് വനിതകളുടെ സാരഥ്യം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്നത്. പീരുമേട് നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലെ മിക്ക ഓഫീസുകളുടെയും ഭരണം സ്ത്രീകളുടെ കൈകളിൽ ഭദ്രമാണ്. നിയമസഭാംഗം മുതൽ ഓഫീസ് സെക്രട്ടറി വരെ ഇവരിലുണ്ട്. പീരുമേട് MLA ES ബിജിമോൾ, കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത റജി,
അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വർണലത അപ്പുകുട്ടൻ, അംഗങ്ങളായ നിഷ ബെനീഷ്, സ്റ്റാൻലി സണ്ണി, പ്രസന്ന സുരേഷ്, മേരിക്കുട്ടി ജോൺസൺ, ജൂലിയ ബിജു, മോളി ഡൊമിനിക്, രേണുക തുടങ്ങിയവരാണ് സാരഥികൾ. ഇവരുടെ ഭരണം ഓരോ ദിനവും പഞ്ചായത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. ഗ്രാമപഞ്ചായത്തില് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TM ഹാജിറ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതിലൂടെ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡുകൾ, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള ജനപങ്കാളിത്തമെല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ വലിയൊരു പങ്കും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി KP സുലോചന, പ്രസിഡന്റ് ഉഷ സുധാകരൻ, CPM ഏരിയ സെക്രട്ടറി VV മത്തായി, പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവെട്ടി സരസ്വതി ശിശു മന്ദിരം UP സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയത്. ഇടവെട്ടി സരസ്വതി ശിശുമന്ദിരം UP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ബുധനാഴ്ച രാത്രിയാണ് ഇടവെട്ടി സരസ്വതി UP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ കയറി ക്ലാസ്സിലെ ബെഞ്ചും ഡെസ്കും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മറിച്ചിടുകയും ക്ലാസ്സിനുള്ളിലെ ചാർട്ടുകൾ വലിച്ചുകീറി കളയുകയും ചെയ്തത്. സ്കൂൾ മുറ്റത്തുള്ള കൊടിമരം മറിച്ചിടുകയും സ്റ്റേജിന് സമീപമുള്ള ശങ്കരാചാര്യരുടെ പ്രതിമ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. സ്കൂളിന്റെ പുരോഗതിയിൽ അസൂയാലുക്കളായവരാണ് ഇത്തരം പ്രവൃത്തിക്ക് പിന്നിലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നേരിട്ട് സേവനങ്ങൾ ലഭിക്കുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടർ സംവിധാനത്തിൽ തിരക്കേറുന്നു. തൊടുപുഴ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഈ സംവിധാനം ഒട്ടേറെ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ജോയിന്റ് RTO VM ജബ്ബാർ പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്ന ഡയറക്ഷന്റെ വെളിച്ചത്തിൽ ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടർ കേരളത്തിലെ എല്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിലും നടന്നു വരികയാണ്. RTO ഓഫീസിലെ രാവിലെ മുതൽ വൈകിട്ട് വരെയും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ആപ്ലിക്കന്റിനെ ഒരു അപേക്ഷ സ്വീകരിച്ച് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ സമയമാണ് നിശ്ചയിച്ച് തന്നിരിക്കുന്നത്. എന്നാൽ തൊടുപുഴ ഓഫീസിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഏകദേശം 15-ന് മേലെ അപേക്ഷകൾ എല്ലാ ദിവസവും എത്തിച്ചേരാറുണ്ട്. ഇത്തരം അപേക്ഷകർ നേരിട്ട് വന്നാലും അന്ന് തന്നെ കഴിവതും ഡിസ്പോസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്ന് ക്രമാതീതമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും പൊതുജനത്തിൻ്റെ ആവശ്യാർത്ഥം അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഏത് പബ്ലിക്ക് നേരിട്ട് വരുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൂ. അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. തലയിലാട് മാതൃഭവൻ UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിം ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. 61 വർഷങ്ങൾ കൊണ്ട് ഈ സ്കൂളിൽ നിന്ന് ധാരാളം കുട്ടികൾ വിദ്യാഭ്യാസം പോവുകയും ജീവിതത്തിന്റെ നാനാതുറകളിൽ നല്ല നിലകളിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സ്കൂൾ മാനേജർ ഫാദർ നിക്കോളാസ് മൂലശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ TU ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി MA ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PD ശിവൻ, PTA പ്രസിഡന്റ് VR സന്തോഷ്, MBTA പ്രസിഡന്റ് മിനി മൈക്കിൾ, ആൽവിൻ ബെന്നി, അജോ സോജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. മൂലമറ്റം IHEP ഗവൺമെന്റ് UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥൻ VM ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ആ സ്കൂളിലെ വാർഷികം. നാം ഇന്നിവിടെ നമ്മുടെ വാർഷികം ആഘോഷിക്കുകയാണ്. നമ്മുടെ കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും ഒത്തൊരുമിച്ച് അവരുടെ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് PTA പ്രസിഡന്റ് ER മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ PJ തോമസ്, സീനിയർ അധ്യാപിക CP ലിസിയാമ, MM മാത്യു, സുലോചന മണി, ജോർജ് കുട്ടി ഖസക്കിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയുടെ സഭ്യതയുടെ സീമകൾ ലംഘിച്ചുള്ള പ്രസംഗങ്ങൾ നിയന്ത്രിക്കുവാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CPIM ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM മണി പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന
സംസ്കാരമില്ലാത്ത ആക്ഷേപ വർഷങ്ങൾ അതൊരു ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണ്. ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാൻ, നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ അത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയാലും അല്ലെങ്കിലും ശരി അദ്ദേഹത്തിന് അവകാശമില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം തുടർച്ചയായി അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിർ പ്രസ്ഥാനങ്ങളെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ആഭാസകരമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ കടന്നു പോവുകയാണ്. വാ തുറന്നാൽ അശ്ലീല വശവും വായടച്ചാൽ അശ്ലീല ചേഷ്ടകളും പതിവാക്കിയിരിക്കുന്ന CPM ജില്ലാ സെക്രട്ടറിക്ക് ആശാൻ പദവി കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് തെറി പ്രയോഗത്തിനും ഗുണ്ടായിസത്തിനുമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം അർഹിക്കുന്ന കോമാളി രാജൻ പദവി നൽകി ആദരിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്നും ഡീൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അനീഷ് കിഴക്കൽ, നിയാസ് പൂരപ്പള്ളി, CS മഹേഷ്, VE താജുദ്ദീൻ, PR രാജേഷ് ബാബു, ദിലീപ് ഇളയിടം, പ്രമോദ് പുളിപുഴ എന്നിവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മലയിഞ്ചി ചേലക്കാട് പ്രദേശങ്ങളിൽ കാട്ടുതീ വ്യാപക നാശനഷ്ടം വിതച്ചു. തീ കെടുത്താനാവാതെ കർഷകർ ദുരിതത്തിൽ. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. മുട്ടത്ത് കുടുംബശ്രീയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലും വനിതാ ദിനാചരണം നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടന്നു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TM ഹാജറ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവിട്ട് സരസ്വതി ശിശുമന്ദിരം UP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ വ്യാപക നാശനഷ്ടം വരുത്തി. തലയനാട് മാതൃഭവൻ UP സ്കൂൾ, മൂലമറ്റം ISEP സ്കൂൾ എന്നിവിടങ്ങളിൽ വാർഷികം ആഘോഷിച്ചു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ അതിരുവിട്ട പ്രസംഗങ്ങൾ നിയന്ത്രിക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.